ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് വ്ളോഗ്സ്. നമുക്കിന്നിവിടെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു തോരൻ വെച്ചാലോ? നല്ലൊരു കോവയ്ക്ക തോരൻ. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിളാണ് കോവയ്ക്ക. ഇതിനകത്ത് അയണും മിനറൽസും വൈറ്റമിൻസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഞാനൊരു 10 കോവയ്ക്ക എടുത്തിട്ടുണ്ട്. ഗാർഡൻ ഫ്രഷ് ആണിത്. ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. കോവയ്ക്കയെല്ലാം ഞാനിവിടെ കൊച്ചായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചോപ്പ് ചെയ്തെടുത്തതല്ല, കൈ കൊണ്ട് അരിഞ്ഞെടുത്തതാണ്. ഇനി നമുക്കിത് തോരൻ വയ്ക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പേ വെച്ചു. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെയുള്ള നാടൻ ഡിഷസ് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് ടേസ്റ്റി. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിവിടെ 2 വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇവിടെ ഞാൻ ഒരു സബോള കൊച്ചായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ സബോളയൊന്ന് വഴറ്റിയെടുക്കാം. ഒബിസിറ്റി തടയാൻ കഴിവുള്ള ഒരു വെജിറ്റബിളാണ് കോവയ്ക്ക. ഇത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ പൊണ്ണത്തടി കുറഞ്ഞു കിട്ടും. 2 തണ്ട് കരിയാപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. സബോള ഇവിടെ വഴന്നു. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി അതുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ വഴറ്റിയൊക്കെ തോരൻ വെക്കുന്നതുകൊണ്ട് ഈ തോരൻ കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. കോവയ്ക്കയിൽ അയൺ ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അനീമിയയ്ക്ക് ഇത് നല്ലതാണ്. അതുപോലെ ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും കിഡ്നി സ്റ്റോൺ ക്യൂർ ചെയ്യാനും ഒക്കെ ഇത് നല്ലതാണ്. നമ്മുടെ കോവയ്ക്ക ഇവിടെ വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ തിരുമ്മിയതെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഞാൻ തേങ്ങ ചതയ്ക്കാതെയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൊച്ചായിട്ടാണ് ഇത് തിരുമ്മിയെടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നീരാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഞാൻ വേറെ വെള്ളമൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്തേച്ചാൽ മതി. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒരടപ്പ് വെച്ചൊന്ന് അടച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ തോരൻ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. വെള്ളമൊന്നും ഒട്ടും ചേർക്കാത്തതുകൊണ്ട് ഇളക്കിയില്ലെങ്കിൽ അടി പിടിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇതൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ക്യാൻസറിനെ വരെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ കോവയ്ക്കായ്ക്ക് കഴിവുണ്ട്. അതുകൊണ്ട് ഇതെല്ലാവരും വീട്ടിൽ നട്ടു വളർത്തണം. 1 തണ്ട് കോവൽ നട്ടാൽ ഇഷ്ടംപോലെ കോവയ്ക്ക പറിക്കാം. ഒരു വിഷവുമില്ലാത്ത കോവയ്ക്ക. സ്ഥലമില്ലാത്തവർക്ക് വീടിൻ്റെ ടെറസിൽ വേണമെങ്കിലും ഇത് നട്ടു വളർത്താം. നമ്മുടെ തോരൻ റെഡിയായൊന്നും നോക്കാം. തോരൻ ഇവിടെ പറ്റിയിട്ടുണ്ട്. വെള്ളമയമൊന്നും ഒട്ടുമില്ല. വെന്തിട്ടുമുണ്ട്. ഇനി ഇത് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കോവയ്ക്കാത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും നല്ല ഹെൽത്തിയും സൂപ്പർ ടേസ്റ്റിയുമായ കോവയ്ക്കാത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി മറക്കാതെ ഒന്ന് എനാബിൾ ചെയ്യണം. ഇനിയും ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി കാണും വരേക്കും ബൈ ബൈ. താങ്ക് യു.